ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു യുദ്ധത്തിൻ്റെ പിന്നിൽ ഒരുപാട് കണക്കുകൾ പറയാനുണ്ടാകും. ജീവനേക്കാൾ നമ്മൾ സ്നേഹിച്ച പല കാര്യങ്ങളും നഷ്ടപ്പെടും. വിലപ്പെട്ട മനുഷ്യ നഷ്ടങ്ങളെക്കാൾ ഉപരി ഭൗതിക നഷ്ടങ്ങളാവും കൂടുതൽ ആഘാതമുണ്ടാക്കുക. ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധ നഷ്ടങ്ങൾ കേവലം കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതോ ആളുകൾ മരിക്കുന്നതോ അവർക്ക് പരിക്കേൽക്കുന്നതോ എന്നതിനപ്പുറം വർഷങ്ങൾ കൊണ്ട് അവർ നേടിയെടുത്ത ശാസ്ത്ര നേട്ടങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. റെഹോബോട്ടിലെ വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ 45 സയൻസ് ലാബുകൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നപ്പോൾ ശാസ്ത്ര നേട്ടങ്ങൾക്കായി ജീവിതം തന്നെ സമർപ്പിച്ച പല ശാസ്ത്രജ്ഞരും പൊട്ടിക്കരയുന്ന റിപ്പോർട്ടുകളാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്നത്. 1948 മുൻപ് ഇസ്രായേലിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ചൈം വിസ്മാൻ സ്ഥാപിച്ച വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തിലെ അതിപ്രധാനമായ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാണ്. ഈ ചൈം വിസ്മാൻ പിന്നീട് ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. ടെഹ്റാനിലെ അവരുടെ ആണവ ശാസ്ത്രജ്ഞരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയപ്പോൾ ഇസ്രായേലിൻ്റെ അതിപ്രധാനമായ ലാബ് ലക്ഷ്യമിട്ട് ഇറാൻ ഇത്തരം ഒരു ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ചിന്ത അവരിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു. അങ്ങനെ തയ്യാറാവില്ല എന്ന് പറയാൻ കാരണം ഇസ്രായേലിൻ്റെ ഈ ഒരു ലാബോറട്ടറി സൗകര്യം നിർമ്മിക്കുന്നതിനുള്ള ചെലവ് തന്നെ $50 മില്യൺ ആണെന്ന് വാർത്താ ഏജൻസിയായ കാൽക്കുലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ ഇതിലേക്ക് വേണ്ട ഉപകരണങ്ങൾക്ക് $50 മില്യൺ പിന്നെയും ചെലവാകും. ഇത്തരം 45 ലാബുകളാണ് ഇറാൻ അവരുടെ മിസൈലുകൾ കൊണ്ട് തകർത്ത് കളഞ്ഞിട്ടുള്ളത്. ലോകത്തെ ഒട്ടുമിക്ക കാര്യങ്ങളിലുമുള്ള ആയിരക്കണക്കിന് പരീക്ഷണങ്ങളുടെ കേന്ദ്രമായിരുന്ന ഈ ലാബ് ഒരുപക്ഷെ ഇസ്രായേലിന് വന്ന നഷ്ടങ്ങളിൽ ഏറ്റവും വലുത് തന്നെയാണ് എന്നതാണ് ഇതിൻ്റെ വാർത്താ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നത്. ഇനി ഈ ലാബ് ഇവർക്ക് പുനർനിർമ്മിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നല്ല, ഇതിലുണ്ടായിരുന്ന പരീക്ഷണ സാമ്പുകൾ സംഘടിപ്പിക്കാൻ അതിലുമേറെ വർഷങ്ങൾ എടുക്കുകയും അത് വൻ സാമ്പത്തിക ചിലവുണ്ടാക്കുന്ന കാര്യവുമാണ്. തന്നെയുമല്ല, ഇതിൽ വർഷങ്ങൾ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷണങ്ങൾ വീണ്ടും ഒന്നിൽ നിന്നും തുടങ്ങി ആരംഭിക്കേണ്ടി വരും. 22 വർഷത്തിലധികമായി മൃഗങ്ങളിൽ നിന്നും രോഗികളിൽ നിന്നും ശേഖരിച്ച ആയിരക്കണക്കിന് ഹാർട്ട് ടിഷ്യൂസിൻ്റെ സാമ്പിളുകൾ, DNA, RNA സാമ്പിളുകൾ തുടങ്ങി എല്ലാം ഇവർക്ക് നഷ്ടമായിരിക്കുകയാണ്. മനുഷ്യ ശരീരം ഇരുമ്പ് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും ശരീരത്തിനുള്ളിൽ ഇരുമ്പിൻ്റെ കുറവോ കൂടുതലോ രോഗങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയെന്നൊക്കെ നടക്കുന്ന പഠനം മനുഷ്യന് അതിപ്രധാനമായ ഒന്നായിരുന്നുവെന്നാണ് ഇതിലെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അതുകൂടാതെ മനുഷ്യന്റെ വളർച്ചയിൽ തലച്ചോറിന് സംഭവിക്കുന്ന മാറ്റങ്ങളും ഈ പ്രക്രിയയിലെ തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന ഓട്ടിസം, സ്കിസോഫ്രീനിയ, മറ്റ് ന്യൂറോ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് തുടങ്ങിയ അവസ്ഥകളിലേക്ക് എങ്ങനെ മനുഷ്യനെ മാറ്റുന്നു എന്നൊക്കെ ഉള്ള പഠനം വളരെ അതിപ്രധാനമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇത് ന്യൂറോബയോളജിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയേനെ എന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ മൃഗങ്ങളുടെയും പ്രാണികളുടെയും ഈച്ചകളുടെയും ഒക്കെ ക്രോമോസോമുകളുമായി ഘടിപ്പിച്ചിട്ട് മനുഷ്യ ജീനുകളിൽ വരുത്താൻ കഴിയുന്ന മാറ്റങ്ങൾ കൊണ്ട് ലോകത്തെ ഞെട്ടിക്കാൻ കഴിയുന്ന പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടങ്ങൾ വരെ കഴിഞ്ഞിരുന്ന പലതും ഈ ആക്രമണത്തിൽ തകരുന്നതിലൂടെ ഭൂരിപക്ഷം സയന്റിസ്റ്റുകളുടെയും ജീവിത ലക്ഷ്യം തന്നെയാണ് നഷ്ടമായിട്ടുള്ളത്. ആയിരക്കണക്കിന് സയൻസ് വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം മുഴുവൻ നഷ്ടമായിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് സയന്റിസ്റ്റുകൾക്ക് പോലും ഒരു പിടിയുമില്ല. ഇറാന്റെ ശക്തിയെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നതാണ് ഇസ്രയേലിൻ്റെ പരാജയം എന്ന് പറയേണ്ടതുണ്ട്. നോർത്ത് കൊറിയ, ഇറാൻ, ചൈന തുടങ്ങിയ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളുടെ പവർ ആർക്കും ഇന്നേ വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയെ പോലെ ഗീർവാണം അടിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടും അവർ മറ്റു രാജ്യങ്ങളുടെ മെക്കിട്ട് കയറാൻ തയ്യാറാകാത്തത് കൊണ്ടും ആരും അവരുടെ മറ്റു കാര്യങ്ങൾ കാര്യമായി അന്വേഷിക്കാറില്ല. ഈ രാജ്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയും ചെയ്യുന്നവരാണ്. എന്നിട്ടും അവരോട് മുട്ടാൻ ചെന്നാൽ പൊടി പോലും ബാക്കി വെച്ചേക്കില്ല എന്ന് ഇറാൻ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. യൂറോപ്പും അമേരിക്കയും ഉൾപ്പെടെയുള്ള വായാടി രാഷ്ട്രങ്ങൾ ഇറാന്റെ പ്രകടനം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. 2 ആഴ്ച കഴിഞ്ഞ് ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇടപെടാമെന്ന് പെന്റഗൺ പറയുമ്പോഴും 2 ആഴ്ച കഴിഞ്ഞ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനൊപ്പം കൂടാം എന്ന് അമേരിക്ക ഉറപ്പു നൽകുന്നില്ല എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഈ 2 ആഴ്ച വളരെ അധികമാണ്. അതിനുള്ളിൽ തന്നെ ഇസ്രായേലിനെ നന്നായി പൊടിച്ചെടുത്ത് വെള്ളത്തിൽ കലക്കാൻ അവർക്ക് കഴിയും. ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ, എയർപോർട്ടുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ഇസ്രായേലിൻ്റെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ
സെർവറുകൾ, ഇലക്ട്രിസിറ്റി ഇവയൊക്കെ ആക്രമിച്ച് തകർക്കപ്പെട്ടാൽ പിന്നെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾക്കോ മിസൈലുകൾക്കോ പോലും ചലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന് പരിമിതമായ സ്ഥലം മാത്രമുള്ളത് കൊണ്ട് ഈ സൗകര്യങ്ങളെല്ലാം ആ പരിമിതിക്കുള്ളിൽ ഒതുക്കി നിർത്തുന്നതിനാൽ ഇവയെ ആക്രമിച്ച് തകർക്കാൻ ഇറാൻ ഒരുപാട് ഓടി നടക്കേണ്ടി വരുന്നില്ല. തന്നെയുമല്ല, ഇസ്രായേലിൻ്റെ ആയുധ ശേഖരങ്ങൾ ഭൂമിക്കടിയിലുള്ള നിലവറകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ നിലവറകളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ചില ബങ്കറുകൾ തകർന്ന വാർത്ത ഇസ്രായേലി മീഡിയകൾ പുറത്തുവിട്ടിരുന്നു. അത് ആയുധങ്ങളുടെ ബങ്കറല്ല, ജനങ്ങൾ ഒളിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അതിൽ എത്ര പേര് കൊല്ലപ്പെട്ടെന്നോ പരിക്കേറ്റെന്നോ ഒന്നും റിപ്പോർട്ട് വന്നിട്ടില്ല. അതവർ ഒരിക്കലും പറയില്ലല്ലോ. ഇസ്രായേലിൽ മീഡിയകളെല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. ഒരു ന്യൂസും പുറത്തു പോകാതെ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. യുദ്ധത്തിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് അമേരിക്കയ്ക്ക് ആലോചിക്കാൻ 2 ആഴ്ച വേണമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇറാനെ ആരും ആക്രമിച്ച് തകർക്കാമെന്ന് കരുതേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊറിയയും ചൈനയും റഷ്യയും ഒക്കെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചത് യുദ്ധത്തിലെ പുതിയ ഒരു ട്വിസ്റ്റായിരിക്കുകയാണ്. അവർ തമ്മിലല്ലേ യുദ്ധം ആരംഭിച്ചത്, അവർ തമ്മിൽ അടിച്ചു തീർക്കട്ടെ, മറ്റാരും ഇടപെടേണ്ടതില്ല എന്ന ഒരു വാണിംഗ് ആണ് ഈ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകുന്നത്. ആളാകാൻ ഇടയിൽ കയറി വന്നാൽ ഞങ്ങളും ഇറങ്ങുമെന്ന് ഇവർ പറയുമ്പോൾ അമേരിക്ക ഒരിക്കലും യുദ്ധത്തിനിറങ്ങില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. യുദ്ധം നടക്കുമ്പോൾ പുറംവാതിലിൽ അമേരിക്കയെ കണ്ണുരുട്ടി നിർത്തുന്ന ഇറാൻ പക്ഷ ശക്തികളെ കണ്ട് ട്രംപിൻ്റെ വായടഞ്ഞിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി ട്രംപിൽ നിന്നും വലിയ ഗീർവാണങ്ങളൊന്നും ഇപ്പോൾ കേൾക്കാനില്ല. അയാൾ വായടച്ചുകൊണ്ട് കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് പൊട്ടിക്കരയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.